ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ നടക്കുന്ന സംസ്ഥാന ഡിജിപിമാരുടെയും ഐജിമാരുടെയും സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. HIV അണുബാധ ഇല്ലാതാക്കാൻ 1-0 എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി കെ രാജൻ. റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. കണ്ണൂരിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. ഒഡീഷയിൽ നടക്കുന്ന വാർഷിക അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. തുടർച്ചയായ 2ാം ദിവസമാണ് പ്രധാനമന്ത്രി പോലീസ് മേധാവികളുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ഇന്ന് സമാപിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആശയവിനിമയം നടക്കും. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി തീരത്ത് കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ തീരം തൊട്ടു. മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റ് ചില ഘട്ടങ്ങളിൽ 90 കിലോമീറ്റർ വേഗത കൈവരിച്ചു. ചുഴലിക്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് സഞ്ചരിച്ച് ദുർബലമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പെയ്തു. അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബസ് സർവീസുകളും പുനരാരംഭിച്ചു. ട്രാക്കിലെ വെള്ളം മാറ്റിയ ശേഷം ട്രെയിൻ സർവീസ് പുനരാരംഭിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതാഘാതമേറ്റ് 3 പേർ മരിച്ചു. HIV അണുബാധ ഇല്ലാതാക്കാൻ 1-0 എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് 2030 പുതിയ HIV അണുബാധ ഇല്ലാതെയാകുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്നാൽ കേരളം ഈ ലക്ഷ്യം വളരെ നേരത്തെ തന്നെ കൈവരിക്കാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. HIV ബാധിതരുടെ സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണെങ്കിലും കേരളത്തിൽ HIV അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണ പദ്ധതികളിലൂടെയും ഒത്തൊരുമിച്ച് HIV രോഗബാധയെ ചെറുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 1438 പേർ തട്ടിപ്പ് നടത്തിയതായാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചത്. അവർക്കെല്ലാം വകുപ്പ് നോട്ടീസ് അയച്ചു. വിശദമായി പരിശോധിച്ച ശേഷം വിവരങ്ങൾ പുറത്തുവിടും. പണം തിരിച്ച് വാങ്ങുന്നത് കൂടാതെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്ഷന്തവ്യമായിട്ടുള്ള പ്രശ്നമാണത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും ഗവൺമെന്റ്. ആളുകൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. 1438 പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. അത് ഒളിപ്പിച്ചു വെക്കാനൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധി നമുക്കുണ്ടാക്കാനും കഴിയില്ല. അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടക്കിൽ അവസാനിക്കുകയില്ല. കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂരിൽ നടക്കുന്ന പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ UAE-യിലേക്കും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുക. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയവദാന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ മൃതസഞ്ജീവനിയുടെ ജീവനേകാം ജീവനാകാം സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടി ഇന്ന് ആരംഭിക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനറൽ ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ജീവനേകാം ജീവനാകാം എന്ന സന്ദേശം ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അവയവദാനത്തിന്റെ മഹത്വം എല്ലാവരിലേക്കും എത്തിക്കുക, ഈ രംഗത്ത് നിലനിൽക്കുന്ന അനാരോഗ്യ പ്രവണതകളെ തുറന്നു കാട്ടുക, വിദഗ്ധരുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും എല്ലാവരിലും എത്തിക്കുക, പൊതുജനങ്ങളെ അവയവദാനത്തിന് സന്നദ്ധരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള മലകയറ്റത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. മഴ ശക്തമായതോടെ പമ്പയിൽ നിന്നും അപ്പാച്ചിമേട് വഴിയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. പമ്പാ നദിയിൽ നിരീക്ഷണവും ശക്തമാക്കി. ഇന്ന് നട തുറന്നത് മുതൽ രാവിലെ 10 മണിവരെ 28,773 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. തത്സമയ ബുക്കിംഗിലൂടെ 5,781 പേരും ദർശനം നടത്തി. പത്തനംതിട്ട ചാലാപ്പള്ളിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞു.
അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. മൂന്നാറിൽ പോയി മടങ്ങി വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലായിൽ നടക്കുന്ന സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് THS മുന്നിൽ. 19 സ്കൂൾ ടീമുകൾ പങ്കെടുക്കുന്ന മേളയിൽ 46 ഇനങ്ങളിൽ മത്സരം പൂർത്തീകരിച്ചപ്പോൾ 19 പോയിന്റ് നേടിയാണ് സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ സ്കൂളിന്റെ മുന്നേറ്റം. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് THS ആണ് രണ്ടാമത്. മേള ഇന്ന് സമാപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ നിരക്കിൽ ഫീസ് ഈടാക്കുന്നത് പ്രാബല്യത്തിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രി, IMCH, ഡെന്റൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് എന്നിവിടങ്ങളിൽ OP ടിക്കറ്റ് നിരക്ക് ബാധകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വികസന പ്രവൃത്തികൾക്കും ഉള്ള ചെലവ് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി വികസന സമിതി ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ഈ തുക ഉപയോഗിച്ച് രോഗികൾക്കും കൂടെയുള്ളവർക്കും മികച്ച രീതിയിലുള്ള ചികിത്സയും സൗകര്യങ്ങളും ഒരുക്കാനാകും എന്നതിനാൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതിന് പ്രയോജനം അവർക്കു തന്നെയാണ് ലഭിക്കുകയെന്നും ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. ചൈനയുടെ വു ലുയോവു ആണ് സിന്ധുവിന്റെ എതിരാളി. പുരുഷ സിംഗിൾസിൽ ഫൈനലിൽ സിംഗപ്പൂരിന്റെ ജിയ ഹെങ് ജസൻ തെയാണ് ലക്ഷ്യ സെന്നിന്റെ എതിരാളി. എറണാകുളത്ത് സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിലുമുണ്ടായ തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. അർദ്ധരാത്രിയോടെയായിരുന്നു രണ്ടിടങ്ങളിലും തീപിടുത്തമുണ്ടായത്. പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ആക്രി ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. ഗോഡൌണിലുണ്ടായിരുന്ന തൊഴിലാളികളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസിയിലുണ്ടായ അഗ്നിബാധയിൽ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന കാറുകളും ബൈക്കുകളും ഉൾപ്പെടെ കത്തിനശിച്ചു. ആളപായം ഇല്ല. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ. ബുധനാഴ്ച മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അവധിയായിരിക്കുമെന്നും വ്യാഴാഴ്ച മുതൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം കേരള കലാമണ്ഡലം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. അധ്യാപകർ മുതൽ സുരക്ഷാ ജീവനക്കാർ വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഡിസംബർ 1 തീയതി മുതൽ ഈ ജീവനക്കാർ ജോലിക്ക് വരേണ്ടതില്ല എന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി. കോട്ടയം പൊൻകുന്നം KSRTC ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 5 സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കുന്നു. ഇന്ന് ചതുരംഗപ്പാറയിലേക്കാണ് യാത്ര. 8 തീയതി മലക്കപ്പാറ യാത്രയ്ക്ക് 920 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 14 കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, പന്തളം, വലിയ കോയിക്കൽ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് തീർത്ഥയാത്രയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് 830 രൂപയാണ്. 23 അറബിക്കടലിൽ ആഡംബര ക്രൂയിസ് നെഫർട്ടിറ്റിയിലെ ഉല്ലാസയാത്രയ്ക്ക് 3560 രൂപയാണ് നിരക്ക് ഈടാക്കുക. 28 അടവി, ഗവി, പരുന്തുംപാറ യാത്രയ്ക്ക് 1600 രൂപയാണ് സീറ്റ് ഒന്നിന് നിരക്ക്. പാലക്കാട് മംഗലം ഡാം ഇറിഗേഷൻ പരിസരത്ത് സ്ഥിരതാമസമാക്കിയ കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം. ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. 60 വർഷങ്ങൾക്ക് മുൻപ് ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ലെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. പഴയ കോട്ടയം പട്ടണത്തിന്റെ പൈതൃക വിശേഷങ്ങൾ കണ്ടും കേട്ടുമറിയാൻ സൈക്കിൾ സവാരി സംഘടിപ്പിക്കുന്നു. കോട്ടയത്തെ സൈക്കിൾ സഞ്ചാരികളുടെ സംഘടനയായ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബും കോട്ടയം നാട്ടുകൂട്ടവും സംയുക്തമായാണ് ഹെറിറ്റേജ് സൈക്കിൾ റൈഡ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ നടക്കുന്ന സംസ്ഥാന DGPമാരുടെയും IG-മാരുടെയും സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. HIV അണുബാധ ഇല്ലാതാക്കാൻ 1-0 എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി K രാജൻ. റെയ്ഡ്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഇന്ന് ആരംഭിക്കും. കണ്ണൂരിൽ മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.